കൊച്ചിയിലെ മേയർ തെരഞ്ഞെടുപ്പ് അതൊരു ഹിമാലയൻ പ്രഹസനമായിട്ട് ഒരു സൂപ്പർ കോമഡിയായിട്ട് മാറി. അത് നമ്മൾ കണ്ടു. അവിടെ നടന്നത് വാസ്തവത്തിൽ കൊച്ചിക്കാർ തന്നെ പറഞ്ഞതാ, ഒരു അഴകിപ്പോട്ടി മത്സരം അവിടെ നടന്നു, സൗന്ദര്യ മത്സരം. നമ്മൾ പറയാറുണ്ട് ഒരു പഴഞ്ചൊല്ല്, 2 തലകൾ യോജിക്കും, പക്ഷേ 4 മുലകൾ തമ്മിൽ യോജിക്കില്ല എന്ന്. ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥവ്യാപ്തി നമ്മളിപ്പോൾ കൊച്ചിയിൽ കണ്ടു. അവിടെ 4 മുലകൾ, 6 മുലകളായിരുന്നു. പിന്നെ അവിടെ നടക്കുന്ന വെറും മത്സരമാവില്ലല്ലോ, കലാപമായിരിക്കും. കലാപം തുടങ്ങി വെച്ച് കഴിഞ്ഞു അവിടെ. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് വെള്ളിത്തിരയിൽ കാണാം. കൊച്ചിയിലെ മേയർ തെരഞ്ഞെടുപ്പ്, അത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും കൊച്ചിയിലെ ഒരു മേയർ തെരഞ്ഞെടുപ്പ്, കൊച്ചിക്കാരുടെ കാര്യം നമുക്ക് തോന്നും. അതിൽ ഹിഡനായിട്ട് അതിൽ നമ്മൾ കാണുന്നതിന് വിട്ട് ചില മാനങ്ങളുണ്ട്, ഒളിഞ്ഞിരിക്കുന്ന ചില മാനങ്ങളുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൗൺസിലറാണ് ഇപ്പോൾ മേയറായത് എന്നാണ് വൈപ്പ്, 2.5 വർഷത്തേക്ക്. അത് കഴിഞ്ഞ് 2.5 വർഷം വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വേറൊരുത്തി എന്നാണ് വൈപ്പ്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. അവിടെ കോൺഗ്രസിന് പ്രത്യേകിച്ച് അവർക്ക് ഒരു കാര്യവും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. കോൺഗ്രസ് എന്നുള്ളത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ഒരു പുകമറ മാത്രമാണ് അവിടെ. നമ്മൾ കള്ളന്മാർ വരാണ്ടിട്ടില്ല ജ്വല്ലറിയിലൊക്കെ കക്കാൻ. അപ്പോൾ CCTV കാണാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് ഒരാൾ, അയാൾ മുഖംമൂടി ധരിച്ചിട്ടല്ല വന്നത്, അകത്ത് കയറിയപ്പോൾ CCTV ക്യാമറ കണ്ടു. ഉടനെ തന്നെ അവിടെയുള്ള വലിയൊരു മേശവരി എടുത്തായിട്ട് തലയിൽ കൂടി ഇട്ടു, പോച്ചു. മുഖം മൂടിയിട്ടാണ് അവർ മോഷ്ടിക്കാൻ വരിക. ആൾക്കാരെ അറിയാൻ പാടില്ലല്ലോ, കണ്ടു അതേ കള്ളൻ അതേ മോഷ്ടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാലോ. ആയതുകൊണ്ട് തന്നെ കള്ളന്മാർ മുഖം മൂടി വെച്ച് വരുന്നത് പോലെ തന്നെ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെയൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ മുഖം മൂടി വെച്ച് വന്ന കള്ളന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികളാണ് അവിടെ ഈ ലഹള മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മേയർ തെരഞ്ഞെടുപ്പ് പരിപാടി, മേയർ തെരഞ്ഞെടുപ്പ് കലാപം, അതിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു പങ്കും വഹിക്കാനില്ല എന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ 46% ഒരു വർഗമാണ് അവിടെ. 38% ക്രിസ്ത്യാനികളാണുള്ളത്. പിന്നെ 16% മുസ്ലിങ്ങളും. മൊത്തം പോപ്പുലേഷൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഏകദേശം അതേ റേഷ്യോയിൽ തന്നെ വോട്ടേഴ്സിൻ്റെ അതേ റേഷ്യോയിൽ വരണമല്ലോ. ഒന്നുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ 46% ജന്തുക്കളല്ല, മറ്റേ കുറേ ഉണ്ണാക്കന്മാർ, കുറേ ഇണ്ണാമന്മാർ, ലത്തീൻ തൊലിക്കന്മാരടക്കം എല്ലാ തൊലിക്കന്മാരും ചേർന്ന് കൊച്ചിയിലുള്ളത് വെറും 38% മാത്രം. മുസ്ലിങ്ങൾ 16%. ഇവിടെ മത്സരിക്കാൻ രംഗത്തെത്തിയത്, പരസ്യമായിട്ട് രംഗത്ത് മുഖം കാണിച്ചെത്തിയത് LDF മുഖവും UDF മുഖവുമാണ്. ഒന്നുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എന്ന് വേണമെങ്കിൽ പറയാം. വോട്ട് ചെയ്തത് ആരാണ്? വോട്ട് ചെയ്തത് കൊച്ചിയിലെ സിറ്റിസൺസ്, അവിടെയുള്ള പൗരന്മാരെ വോട്ട് ചെയ്തത്. അവർ LDF UDF ആയിട്ട് പിരിഞ്ഞ് വോട്ട് ചെയ്തു. അവിടുത്തെ തെരഞ്ഞെടുപ്പ് നമ്മുടെ അങ്കമാലിയിലെ അവിടെ അണ്ടിക്കുർബാന നടത്തണോ ചന്തിക്കുർബാന നടത്തണോ, അതിൻ്റെ പേരിൽ അടി നടക്കണ്ടല്ലോ ഇപ്പോൾ അവിടെ. ഇന്നലെയും അവിടെ പുറത്ത് എന്തോ ടെൻറ്റ് കെട്ടിയിട്ട് അടി നടത്താൻ പോവാണ് അവിടെ. അപ്പം അതിൻ്റെ പേരിലുള്ളൊരു തെരഞ്ഞെടുപ്പ്, ഒരു പള്ളിയുടെ തെരഞ്ഞെടുപ്പ്, അൽമായന്മാരുടെ ഒരു പള്ളി കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അല്ലല്ലോ ഇവിടെ നടന്നത്.
ആയിരുന്നോ? കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുപ്പാണ് നടന്നത്. എല്ലാ ജനങ്ങളുടെയും കോർപ്പറേഷൻ, എല്ലാ ജനങ്ങളുടെയും വോട്ട്, അതാണല്ലോ അതിൻ്റെ വെപ്പ്. പക്ഷേ കൊച്ചിയുടെ കാര്യം വന്നപ്പോൾ കാര്യം മാറി. വോട്ട് ചെയ്യാൻ എല്ലാം പോയി. എല്ലാ ഉണ്ണാക്കന്മാർ, ജന്തുക്കൾ എല്ലാം പോയി. മുസ്ലിങ്ങളും വോട്ട് ചെയ്തു, ക്രിസ്ത്യാനികളും വോട്ട് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് ഉണ്ണാക്കന്മാർ ഔട്ട്, ഇണ്ണാമന്മാർ ഔട്ട്, ജന്തുക്കളൊക്കെ ഔട്ട്. അല്ല, അവർക്കത് വേണം. അതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആളുകൾ, UDF ആയിട്ട് നിന്ന ആളുകൾ മുഴുവൻ മേയർ ആര് വേണം, ഡെപ്യൂട്ടി മേയർ ആര് വേണം, 2.5 വർഷത്തിൽ ആര് വേണം, പിന്നത്തെ 2.5 വർഷത്തിൽ ആര് വേണം, അതൊക്കെ തീരുമാനിക്കുന്നത് പള്ളിക്കാരും പട്ടക്കാരുമാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇനി മുഖം മൂടി വേണ്ടല്ലോ, ഇനി മുഖം മൂടിയുടെ ആവശ്യമില്ല. അപ്പം മുഖം മൂടിയൊക്കെ എടുത്തു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് ചാർത്തി രംഗത്തിറങ്ങിയത് ഒരു പുകമറ സൃഷ്ടിക്കാനായിരുന്നു എന്ന്. മുഖം മൂടി വെച്ച്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖം മൂടി വെച്ച് വോട്ട് കൊള്ള വിജയകരമായി നടത്തിയവർ, വളരെ വിജയകരമായിട്ട് നടത്തി. ഇനി മുഖം മൂടി വേണ്ട, അഴിച്ചു വെച്ചു. പിന്നെ തീരുമാനം പള്ളിക്കകത്ത, അരമനയില. ഇനിയും 5 കൊല്ലം ഇത് തന്നെ ഗതി. കൊച്ചി കോർപ്പറേഷൻ ഒരു ക്രിസ്ത്യൻ കോർപ്പറേഷനായി മാറിക്കഴിഞ്ഞു. ഇനി അവിടെയുള്ള ജന്തു ഇണ്ണാമന്മാർക്ക് ഈ 10 പേരിലും മാറി മാറി ഈമ്പി വലിച്ചിരിക്കാം തന്നെ കേസ്. ഇനി കളികൾ നടക്കുന്നിടത്ത് ജന്തുക്കൾക്ക് എന്താ പ്രവേശനം? അവിടെ പ്രവേശനമില്ല എന്നർത്ഥം. പൊന്നൊഴുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് കാര്യമില്ല. കൊച്ചി കോർപ്പറേഷൻ ഭരണം നടക്കുന്നിടത്ത് ഇണ്ണാമന്മാർക്ക് കാര്യമില്ല. കളി കണ്ടിരിക്കാം, അത്ര തന്നെ. ആദ്യം ജന്തുക്കളേക്കും തള്ളി മാറ്റി. ഇപ്പൊ ക്രിസ്ത്യാനികൾക്കകത്ത്, ക്രിസ്ത്യാനികൾ തമ്മിലാണ് ഉന്തും തള്ളും. 6 മുലകൾ, കൊച്ചിയിലെ 6 മുലകൾ. കൊച്ചിക്കാരൻ തന്നെ പറഞ്ഞത് അവിടെ നടക്കുന്നത് സൗന്ദര്യ മത്സരമായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാം പുട്ടിയടിച്ച് വാലിട്ട് കണ്ണെഴുതി മുടിയേക്കും കോല് പോലെയാക്കി. ഏതായാലും ഈ സമയത്ത് 46% വരുന്ന ഇണ്ണാമന്മാർക്ക് ഒരു നേരിയ ശബ്ദം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും അവിടെ കലാപത്തിലെ തിരി കൊളുത്തിക്കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ 2 മുലകൾ ഔട്ട്, 4 മുലകൾ ഇന്ന്. ഇതൊക്കെ കണ്ടിരിക്കുകയായിരുന്നു ഇവിടുത്തെ ഉണ്ണാക്കന്മാര്. ഈ ഇണ്ണാമന്മാര്, ജന്തുക്കള്, അവരെന്ത് ചെയ്തു? കുറെ ആൾക്കാർ LDF ചെന്ന് വോട്ട് ചെയ്തു, കുറെ ആൾക്കാർ UDF നിന്ന് വോട്ട് ചെയ്തു. ചേരി തിരിഞ്ഞു നിന്നു. അവരുടെ മതപരമായിട്ടുള്ള ഐഡന്റിറ്റി മതേതരമല്ലയോ, അത് പറയില്ലല്ലോ. ഞാനിവിടെ എനിക്ക് ഫോൺ ചെയ്യുന്ന ആൾക്കാരുടെ ആദ്യം ചോദിക്കുക, നിങ്ങളുടെ പേരെന്താ, എന്താ നിങ്ങളുടെ മതം? ഇപ്പം ബാബു എന്നൊക്കെ പറയുമ്പോൾ മതം ചോദിക്കണം. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണെന്ന് പറയും. പക്ഷേ മറ്റേ സാധനം പറയും, ഞങ്ങൾക്കങ്ങനെ ജാതിയും മതമൊന്നുമില്ല. അത് പറഞ്ഞാൽ വെച്ചപ്പോടോ എന്ന് പറയും. ഞങ്ങൾക്കങ്ങനെ ജാതിയും മതമൊന്നുമില്ല, ഇവരെന്താ സ്പെഷ്യലോ, വെച്ചപ്പോടോ പറയും. അപ്പം ഏതായാലും ഇവിടെ ഈ ഉണ്ണാക്കന്മാർ LDF ആയിട്ടും UDF ആയിട്ടും തിരിഞ്ഞു നിന്ന് വോട്ട് ചെയ്തു, ചേരി തിരിഞ്ഞു നിന്നു. ക്രിസ്ത്യാനികൾ, LDFിലെ ക്രിസ്ത്യാനികളും UDFിലെ ക്രിസ്ത്യാനികളും, എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികൾ തന്നെയായിട്ട് നിന്നു. അതുകൊണ്ടായതവിടെ മുമ്പിച്ചു തന്നെ. ആദ്യ 2.5 വർഷം മിനിമോള് ലത്തീൻ തൊലിക്കുകയാണ്, തൊലിക്ക. പിന്നത്തെ 2.5 വർഷം ഷൈനി മാത്യു മത്തായി, കേട്ടറിയാലോ, അത് അതർ തൊലിക്ക. ഹിന്ദുക്കള്
അഥവാ ജന്തുക്കൾ 5 കൊല്ലം തൊലിപ്പന്മാരും, ഭരിക്കാൻ തൊലിക്കന്മാരും, ഭരിക്കപ്പെടാൻ തൊലിപ്പന്മാരും. 38% വരുന്ന തൊലിക്കന്മാർ ഭരിക്കും. 46% വരുന്ന ഉണ്ണാക്കന്മാർ തൊലിക്കും. അതന്നെ, അത്ര തന്നെ. ഇനിയുള്ള 5 വർഷത്തെ ഭരണം പള്ളിക്കാർക്ക് വേണ്ടി പള്ളിക്കാരാൾ നടത്തും. വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാലോ. ഇതൊരു പ്രവചനത്തിൻ്റെ രീതിയിലെടുത്തോ, പക്ഷെ വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാലോ. ഇവിടെ ശരിക്കും ഇരുട്ടടി കൊടുക്കേണ്ടത് ഈ ജന്തു ഉണ്ണാക്കന്മാർക്ക് തന്നെയാണ്. ഒരക്ഷരം മുഴിയാടാതെ എല്ലാം ഇളിഞ്ഞ് പുളിഞ്ഞ് വളിഞ്ഞ് നോക്കി നിൽക്കുന്ന ഉണ്ണാക്കന്മാർ ഹിന്ദു സമൂഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ ഒന്നും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. 16% മാത്രമുള്ള മുസ്ലിങ്ങൾ പോലും അവിടെ ഇടം ധരിച്ചു നിൽക്കുകയാണ്. അവരും അവരുടെ ലിംഗബലം കാണിച്ചു എന്നർത്ഥം. ഇണ്ണാമന്മാർ, കുറേ ഈഴവ നായന്മാർ അവർ കൗൺസിലർമാരായിട്ടുണ്ട്. അവർക്കിപ്പോൾ അത് മതി. നമ്മുടെ പഴയ അമ്മൂമ്മമാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇനിയിപ്പോൾ എന്താ, കാലത്ത് എന്തെങ്കിലും ഒരു ചായേൻ്റെ വെള്ളം കിട്ടണം, ഉച്ചയ്ക്ക് എന്തെങ്കിലും കഞ്ഞീൻ്റെ വെള്ളം കിട്ടണം, അല്ലാണ്ടിപ്പോൾ നമുക്കിപ്പോൾ എന്ത് വേണം എന്ന് പറയുന്ന രീതിയിൽ വിഷാദ രോഗം ബാധിച്ച ആളുകൾ നമുക്കിനിയിപ്പോൾ കൗൺസിലർമാരായാലും മതി. ഇനിയിപ്പോൾ പ്രസിഡൻ്റ് വേണ്ട, വൈസ് പ്രസിഡൻ്റ് വേണ്ട, കമ്മിറ്റി ഒന്നും ആവണ്ട. പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. മധ്യ കേരളം, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി എല്ലാം ക്രിസ്ത്യൻ ഡൊമിനേഷനാണ് നടക്കുന്നത്. ഇവരുടെ ഈ മതവർഗീയതയുടെ മറവിൽ മറ്റൊരു കാളസർപ്പം ഒളിഞ്ഞിരിപ്പുണ്ട്, RSS. അവർ തക്കം പാർത്ത് നിൽക്കുകയാണ്. മധ്യ കേരളത്തിലെ കുരിശ് കൃഷി, കുരിശ് സർക്കസ് RSS കൃത്യമായിട്ടും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈന്ദവന്മാർക്ക് ഏൽക്കുന്ന അപമാനം, ഹൈന്ദവരെ പരിപൂർണമായിട്ട് പാർശ്വവൽക്കരിക്കുന്ന ഈ കുരിശ് സർക്കസ് RSSകാർക്ക് മധ്യ കേരളത്തിൽ നല്ലൊരു ശൂന്യസ്ഥലം സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. RSS എന്ന കാളസർപ്പത്തിന് അവർ വേദി ഒരുക്കുകയാണ് ചെയ്യുന്നത്. അതവരറിയുന്നില്ല. ഈ മധ്യ കേരളത്തിൽ ഹിന്ദുക്കൾ കൂടി ജീവിക്കുന്നു എന്ന ബോധമില്ലാത്ത തരത്തിലാണ് ക്രിസ്ത്യൻ അതോറിറ്റികൾ, KCBC എന്നൊക്കെ പറയുമല്ലോ, അവർ പെരുമാറുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് ഇവർ ഉത്തരേന്ത്യയിലും പെരുമാറിയിരുന്നത്. ഉത്തരേന്ത്യയിലും കുരിശ് സർക്കസ് നടത്തിയിരുന്നത്. നിസ്സംഗരായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തെ അവർ വഞ്ചിക്കുകയായിരുന്നു. എന്തെങ്കിലും വലിച്ചെറിഞ്ഞു കൊടുത്ത് എന്തായാലും പറയാം, പുകയില്ലാത്ത അടുപ്പ്, റൊട്ടി ഉണ്ടാക്കാനുള്ള പൊടിയൊക്കെയും കൊടുത്ത് വലിയ വർത്താനവും പറഞ്ഞ് അതിപ്പോൾ ഏത് അവസരത്തേക്ക് എത്തിയെന്ന് എല്ലാവർക്കും അറിയാലോ. അവിടെ നടത്തിയ ഹൈന്ദവരുടെ മേലെ നടത്തിയ കുതിര കയറ്റപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഉത്തരേന്ത്യ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് അന്യമായിരിക്കുകയാണ്. പേരിൻ്റെ പേരിലും അടി കിട്ടും. എന്താ നിങ്ങളുടെ പേര്? തോമസ്, അടിക്കണവനെ. കുരിശും തന്നിട്ട് ഞാൻ അടി, അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ പാപ്പ എന്തായാലും പറയും, ഒരു ക്രിസ്തുമസിനൊരു പാപ്പ വരുമല്ലോ വേഷം കെട്ടിയിട്ട്, അതിന് തൊപ്പി വെച്ച് പുറത്തിറങ്ങാൻ ബിസിനസ്സായിട്ട് കുറേ ആൾക്കാരെ തൊപ്പി ഉണ്ടാക്കി അവിടെ ഇവിടെ വെച്ചു. അപ്പോൾ ആ തൊപ്പി വിൽക്കുന്നവർക്ക് അടി, അതും നമ്മൾ കണ്ടു. ഉത്തരേന്ത്യ ഈ കുരിശു കൃഷിക്കാർക്ക് അന്യമായി കഴിഞ്ഞു. ആ ഒരവസ്ഥ നിങ്ങളായിട്ട് കേരളത്തിലും വരുത്തരുത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതാണ്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമസ്കാരം.